നമസ്കാരം എല്ലാവർക്കും. മലയാള സിനിമ താരബാഹുല്യങ്ങളുള്ള സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു വശത്തു നിന്ന് ഒരിത്തിരി കൂടുതൽ പ്രകാശം വരുന്നുണ്ടാകും സ്വാഭാവികമായും. മലയാള സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, മലയാള സിനിമ അതിൻ്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ അഭിനേതാക്കൾ എൻ്റെ ഒപ്പമുണ്ട്. അതിലൊരാൾ എന്നത് ഒരു തരത്തിലുള്ള ഇൻട്രോയും നൽകണം എന്നത് ആവശ്യമേ ഇല്ലാത്ത ഒരാളാണ്. നമ്മുടെ എല്ലാവരുടെയും അഭിമാനം, നമ്മുടെ സന്തോഷം, കാണുമ്പോൾ സന്തോഷം കൂടി വരുന്ന ഒരാൾ, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. അല്ല എന്നുണ്ടോ? ഞാൻ കുഞ്ചാക്കനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അപ്പുറത്തോട്ട് നോക്കുകയാണ്. ശരി, പക്ഷെ അതിനൊപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വീട്ടിലേക്ക് കയറുന്നയിടത്ത് ഒരു ചെറിയ പച്ച കളർ ഷർട്ട് ഇട്ട ഒരു ചിത്രമുണ്ട്. ഒരു ബൈക്കിലിരിക്കുന്ന ഒരു ചിത്രം. ഇവിടെ ഒരു ബട്ടൺസിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മാലയുണ്ട്. ആ ചിത്രം ഇല്ലാത്ത ഒരു വീട് ഒരു കാലത്തുണ്ടായിരുന്നില്ല കേരളത്തിൽ. പിന്നെ ഒരൊറ്റ ക്യാരക്ടറിന്റെ പേര് ഒരു 10-15 അത്ര ഉണ്ടാവുമോ അല്ലേ? ഒരു 5 മിനിറ്റ് ഒരു സിനിമയിൽ വന്നിട്ട് ഗുപ്തൻ എന്നൊരു പേര് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇൻട്രോ ആവശ്യമില്ലാത്ത ഒരാൾ രാജീവ് മേനോൻ. ഈ 3 പേരുമാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. പെറ്റഡ് സിനിമയുടെ വിശേഷങ്ങൾ പറയാൻ, മലയാള സിനിമയുടെ ഇനി സംഭവിക്കാനിരിക്കുന്ന മഹാത്ഭുതത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാം. നമുക്ക് പറയൂ, എന്താണ് ഈ സിനിമ, എങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത്? ഈ സിനിമയുടെ കഥയുമായിട്ട് ആദ്യം എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് മലയാള സിനിമയുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സിനിമയായിരിക്കില്ല. അത്രയും വലിയ ക്യാൻവാസിലുള്ള ഒരു വലിയ സിനിമ, വലിയ സ്കെയിൽ എടുക്കേണ്ട സിനിമ, ഇതെങ്ങനെ നമ്മൾ എടുക്കാൻ പറ്റും? ടു ബിഗ് ഫോർ മലയാളം. അങ്ങനെ മഹേഷിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ആരാ പ്രൊഡ്യൂസർ? ആ പറയുന്നുണ്ട്, ഇവരുണ്ട്, മറ്റൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. പിന്നെ ആൻഡ്രോ എൻ്റെ കൂടെ എപ്പോഴുള്ള ഒരാളായതുകൊണ്ട് ആൻഡ്രോ ആ ഭാരം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ആൻഡ്രോയ്ക്ക് സപ്പോർട്ടിനായിട്ട് കുറച്ച് പേരുണ്ട്, അത് ഒറ്റയ്ക്കല്ല. അങ്ങനെ അത് ആരംഭിച്ചു. സിനിമ അവസാനം ഷൂട്ട് ചെയ്ത് മെയ് 1 തീയതി പുറത്തിറങ്ങാൻ തയ്യാറായിരിക്കുക. ആദ്യം വരുമ്പോൾ മമ്മൂക്ക മാത്രമാണ് മനസ്സിൽ എന്നാണ് സംവിധായകൻ പറഞ്ഞത്, മഹേഷ് പറഞ്ഞത്. മോഹൻലാലിന്റെ പേര് മാത്രം പറഞ്ഞിട്ടില്ല, അത് മമ്മൂക്കയാണ് പറഞ്ഞത്. അല്ലല്ല, അതിന് നമ്മൾ കുറച്ചുകൂടെ നാഷണൽ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ ആരെങ്കിലും, ബഡ്ജറ്റും കൂടി കാരണമായിരിക്കും അല്ലേ? ബഡ്ജറ്റും കൂടെ നോക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും ബോംബെ നിറക്കാം, ഹിന്ദി സ്റ്റാർസിനെ വിളിക്കാമെന്നുള്ളൂ. ഞാൻ പറഞ്ഞു, നാഷണൽ സംഭവത്തിൽ നിന്നും ഹിന്ദി താഴെ തന്നെ വേണമെന്നില്ല, നമ്മളൊക്കെ അത്യാവശ്യം അറിയുന്നവരാണ് അവിടെ. അങ്ങനെയാണ് മോഹൻലാൽ വരാൻ. അവിടെ പുള്ളിയോട് സംസാരിക്കാൻ പറഞ്ഞു. സംസാരിച്ചപ്പോൾ പുള്ളി വിത്ത് ഹാപ്പി, വളരെ സന്തോഷത്തോടുകൂടി പുള്ളി സ്വീകരിക്കാം. എത്ര വർഷത്തിന് ശേഷമാണ് അല്ലേ രണ്ടുപേരും കൂടി? ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം കാര്യങ്ങൾ. ശരിയാണ്. ഓരോ പോസ്റ്റ് വരുമ്പോഴും, ഓരോ പിറന്നാൾ വരുമ്പോഴും, ഓരോ സിനിമ പറഞ്ഞൊരു ഷോ, അത് ഇത് നമ്മളങ്ങനെ ഒരു മിസ്സിങ് പരസ്പരം ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കുമോ, സംസാരിക്കാതിരിക്കുമോ, എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണത്തിന് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ കാണേണ്ടി വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊതുവേദികളിൽ കാണും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത്രത്തോളം ഒരുപക്ഷെ ഇവരെയൊന്നും കാണാറില്ലായിരിക്കും നമ്മൾ. ആ കൊച്ചുമ്പോൾ നമ്മൾ വീട്ടിനടുത്തായത് കൊണ്ട് ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണം. ഓക്കെ, ചാക്കോച്ച, ഈ സിനിമ, ഈ ക്യാരക്ടർ, ഇത് പറഞ്ഞപ്പോൾ ഉള്ളൊരു ഫീൽ, ഇത്രയും വലിയ സ്കെയില്, ഇത്രയും വലിയ പ്രൊഡക്ഷൻ, ഇവരെല്ലാവരും. അതൊന്നും ചാക്കോച്ചനോട് പറഞ്ഞില്ല, പേടിച്ചു പോകുന്നു. ഇതൊന്നും പറഞ്ഞില്ല, പറഞ്ഞപ്പോ പേടിച്ചോ? ഇല്ലല്ല, ഇത് നേരത്തെ മമ്മൂക്ക സൂചിപ്പിച്ച പോലെ ഇതെങ്ങനെ പുൾ ഓഫ് ചെയ്യും എന്നുള്ളൊരു ഭയങ്കര ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സ്കെയിലിൽ എടുക്കേണ്ട സിനിമയാണ്, ഇത്രയും ആൾക്കാരുടെ ഒരു കോമ്പിനേഷനുള്ള സിനിമയാണ്. ലൊക്കേഷൻസും സ്കെഡ്യൂൾസും ഇതിനൊരു ടെക്നിക്കൽ ആസ്പെക്ട്സും എല്ലാം ഒരു മലയാള സിനിമ അങ്ങനെ കണ്ടു പരിചിതമല്ലാത്ത, അല്ലെങ്കിൽ ചെയ്ത് ശീലമില്ലാത്തൊരു മേഖലയായിരുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് അത് മഹേഷിൻ്റെ ഒരു കൺവിക്ഷനും പുള്ളിയുടെ ഒരു ഫോക്കസും പുള്ളിയുടെ ഒരു വളരെ എന്താ പറയുക, അൺഡൈയിങ് ഒരു ഹാർഡ് വർക്കിംഗ് സ്പിരിറ്റ് ഇതിൽ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ കുറേ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ആൾക്കാരും, ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ കാര്യമാണെങ്കിലും, ടെക്നീഷ്യൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും, ഇവർ ഈ ഒരു പ്രോജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ എവരിബഡി വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഏത് ചെറിയ ഒരു രീതിയിലാണെങ്കിൽ പോലും they wanted to be a part of this. അത് ശരി, ഈ ഒരു മൾട്ടി സ്റ്റാർ സിനിമ എന്ന് പറയുമ്പോൾ അവനവൻ്റെ ക്യാരക്ടർ എന്നതിനെ കുറിച്ച് ഒരു ആശങ്ക ഉണ്ടാവില്ലേ? പക്ഷെ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണെന്നൊരു പ്രോമിസ് ഉണ്ടായിരുന്നോ? സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളാണ്. ഈ കഥ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്ര ആൾക്കാർ വേണം. ഒരാളില്ലാതെ കഴിഞ്ഞാൽ സിനിമ അവിടെ നിൽക്കും. അത്രത്തോളം പ്രാധാന്യമുള്ളവരാണ് എല്ലാവരും. അത് രജിമൻ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക്? ആദ്യം വിചാരിച്ചത് എന്നെ ക്യാമറ വർക്ക് ചെയ്യാനായിട്ട് വിളിക്കാമെന്ന്. പിന്നെ അതിൻ്റെ എൻഡിലാണ് ഞാൻ ചോദിച്ചു, ആരാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്യാൻ? അപ്പം മനുഷ് നന്ദൻ ചെയ്യാമെന്ന്. അപ്പോഴാണ് എനിക്ക് ഡൗട്ട് വന്നത്. പിന്നെ പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന്, ചെയ്യാൻ പറ്റുമെന്ന് അയാൾക്കൊരു വിശ്വാസമുണ്ട്. അത് കാരണം കൊണ്ടായിരിക്കും. ഭയങ്കര ഭംഗിയുള്ള ഒരാൾ വേണമെന്ന് വിചാരിച്ചിട്ടാണോ?
ഭംഗി മാത്രമല്ല സ്വഭാവവും അങ്ങനെ വേണമെന്നുള്ളൊരു ഭംഗിക്കിപ്പോൾ ആർക്കാ കുറവ്, എങ്ങനെയാ ഭംഗി ഉണ്ടാകുക എന്നറിയല്ലേ കാണുന്നയാളുടെ കണ്ണിൽ. നമുക്കിപ്പം ഈ സമയത്ത് മലയാളത്തിൽ ഇറങ്ങിയ 2 സിനിമകൾ വളരെ ലൈറ്റായിട്ട് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന 2 സിനിമകളാണ്. ഒന്ന് വാഴ, ഒന്ന് മോഹിനിയാട്ടം. അതിനിടയ്ക്ക് പാട്രിയറ്റിൻ്റെ ട്രെയിലർ വരുന്നു. നേരത്തെ രമേശ് പിഷാരിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ട്രെയിലർ വരുന്ന സമയത്ത് തിയേറ്റർ മാറും, നമ്മളെന്തോ വലുത് കാണുന്നു എന്നൊരു ഫീൽ ഉണ്ടാവും. സാധാരണ ഇടവേളകളിലാണ് മനുഷ്യനൊന്ന് അടങ്ങിയിരിക്കുക, പക്ഷെ ഒന്ന് കുറച്ചുകൂടി ശ്രദ്ധയോടെ കാണുന്ന ഒരു സിനിമ, സംതിങ് നമ്മുടെ മുന്നിൽ സംഭവിക്കുന്ന ഒരു ഫീൽ അതിൻ്റെ മൂവിയിൽ ഇതുണ്ടാവുമോ? മൂവിയിലുള്ള ഭാഗങ്ങൾ തന്നെയാണ് ട്രെയിലറിൽ കാണിക്കുന്നത്. അതും അതിൻ്റെ ഏറ്റവും മുടിയൊക്കെ അല്ലേ ഉള്ളൂ. സിനിമ വരുമ്പോൾ ഇത് അങ്ങനെയാണ് നമ്മൾ ഈ കാണാൻ വരുന്ന ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ സിനിമ മലയാളികൾ മാത്രം പ്രതീക്ഷിച്ചിറക്കിയിട്ടുള്ളതാണ്. നമ്മുടെ അഭിമാനമായി തീരേണ്ട ഒരു സിനിമയാണ്. ഈ മോളിവുഡിന്റെ ഒരു വലിയ പ്രശ്നമാണ്, നമുക്ക് ഇത്രയും ഓഡിയൻസേ ഉള്ളൂ. മതി, ഇത്രയും ഓഡിയൻസ് മതി നമുക്ക് അതിൽ നിന്ന് കൂടുതൽ മലയാള സിനിമയ്ക്ക് അത്രയും വലിയ മാർക്കറ്റ് ആയി കഴിഞ്ഞു. ഈ ഇത്രയും വലിയൊരു പ്ലോട്ട്, ഇത്രയും വലിയൊരു സ്കെയില്, അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴും ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആളുകൾ സിനിമ കാണാൻ വന്നാൽ ഓഫ് കോഴ്സ് അത്രയൊക്കെ വരും. ശരി, അങ്ങനെ കാണാൻ വന്നാൽ അവരുടെ സിനിമയോടുള്ള ഏറ്റവും വലിയ ആത്മാർത്ഥമായ അർപ്പണം തന്നെയാണ് ഈ സിനിമയെ കൊണ്ടുവരുന്നത്. ദേ ഷുഡ് ഡെഡിക്കേറ്റ് ദെയർ ടൈം ആൻഡ് ലിറ്റിൽ മണി. ഈ ട്രെയിലർ വന്നപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? സാധാരണ നമ്മൾ കണ്ട് ശീലിച്ച ഒരു ഡ്യൂറേഷൻ അല്ല ഈ ട്രെയിലറിനുണ്ട്, കുറച്ച് അധികമുണ്ട്. അപ്പം അത് ഈ സിനിമ എങ്ങനെ ആവണം നിങ്ങൾ കാണേണ്ടത്, സ്വീകരിക്കേണ്ടത്, ഏത് മൈൻഡ് സെറ്റിലാവണം നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരണം എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻഫർമേഷനാണ് പ്രിപ്പയർ നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പല ഹിറ്റ് സിനിമകൾ ഓടുന്നതിനിടയ്ക്ക് ആ ഇടവേളയിൽ നമ്മുടെ പേട്ടിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ആൾക്കാർ പോകാതെ അവിടെ ഇരുന്ന് തന്നെ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ആ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇതിന്റെ ഈ നേരത്തെ ലൊക്കേഷൻസിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, ഇതിൽ ഇല്ലാത്ത ഒന്നും ഇല്ലല്ലോ. വിമാനത്താവളം ഉണ്ട്, ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്, കപ്പലുണ്ട്, അപ്പോ കാരിയർ പ്ലെയിൻ ഉണ്ട്, സംഘാടന വാഹനങ്ങളില്ല, കാണാത്ത സ്ഥലങ്ങളില്ല, ലോകം മുഴുവനും പോയി ചിത്രീകരിച്ചു, പിന്നെ കൊച്ചിയിലും. എന്റെ ഒരു സംഘാടനം എങ്ങനെയായിരുന്നു? ലോകം മുഴുവൻ കൊച്ചിയിലും ചിത്രീകരിച്ചു. കൊണ്ടുപോകാന്ന് പറഞ്ഞ് പറ്റിച്ചു അല്ലേ? അത് അങ്ങനെയല്ല, ഇതിപ്പോൾ അത് എനിക്ക് തോന്നുന്നു മഹേഷിന്റെ ഒരു എഡിറ്റർ എന്നുള്ള രീതിയിലും കൂടെ ഉള്ള ഒരു ക്വാളിറ്റി അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈസ് എ റൈറ്റർ, ഈസ് എ ഡയറക്ടർ, ഈസ് എൻ എഡിറ്റർ ആസ് വെൽ. സോ അതുകൊണ്ട് പുള്ളിക്ക് അറിയാം എന്താണ് വേണ്ടാത്തത് എന്നതിനെപ്പറ്റി വളരെ വ്യക്തതയുള്ള ആളാണ്. വെറുതെ എടുത്തു വെക്കുന്നതിന് പകരം ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് വേണ്ട, ഇത്ര മതി എന്ന് പറയുന്ന ഒരു എഡിറ്റ് പോയിന്റ് പുള്ളിയുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ അൺനെസസറി ആയിട്ടുള്ള വേസ്റ്റേജ് നമുക്ക് ടൈം ആണെങ്കിലും മണി ആണെങ്കിലും എഫേർട്ട് ആണെങ്കിലും അതൊക്കെ നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു സ്കെയിലുള്ള ഒരു ഗ്രാൻഡറുള്ള ഒരു ഫിലിം നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ച പല ലോകങ്ങളും നമുക്ക് കൊച്ചിയിൽ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അങ്ങനത്തെ ഒരു വിഷൻ, ആ ഒരു ഇമാജിനേഷൻ പുള്ളിക്ക് ഉള്ളതുകൊണ്ടാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ടീമും ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മേഡ് തിങ്സ് ഈസി, നോട്ട് ഈസിയർ, ഒരു വളരെ ടീഡിയസ് ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ഇറ്റ് ഹാപ്പൻഡ്, ഇറ്റ് മെറ്റീരിയലൈസ്ഡ്. ഈ ഡേറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഇത്രയും ഒന്നാമത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകള് മമ്മൂട്ടി, മോഹൻലാലും, ഫഹദും, അതിപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഡേറ്റ് ഒക്കെ കറക്റ്റ് ചെയ്യും. സാധാരണ ഒരു സിനിമ അല്ലേ ഇത്രയും സമയം എടുത്തല്ലോ, ഓക്കെ, 1.5 കൊല്ലം ആയില്ലേ. ഈ അതിനുള്ളിൽ ഇങ്ങനെ അത്രയും സമയം എടുക്കും ഈ സിനിമ തീർത്തിയാക്കാൻ എത്ര ആൾക്കാരെ വെച്ചിട്ട്. കുറച്ചുകൂടി നേരത്തെ തീർന്നു പോയനെ, പക്ഷേ ചെറിയ ഐ തിങ്ക് എപ്പോൾ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്താലും ഐ തിങ്ക് എവറിബഡി വാസ് എങ്ങനെയെങ്കിലും ഡേറ്റ് കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ്, ദ സിൻസിയറിറ്റി ഓഫ് ഫിൽം മേക്കിംഗ് അത്രയും സിൻസിയറാണ്. ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഈ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ ഡേ ഇത് വേറെ ആരെങ്കിലും എടുത്തോളൂ, ഇതെടുക്കാം, സെക്കൻഡ് യൂണിറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു ചിന്തയുണ്ടാവും. മഹേഷ് ഈസ് സ്റ്റാൻഡിങ്, നെവർ സിറ്റിംഗ്, addressing every issue from the അവിടെ ദൂരത്ത് നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് തൊട്ട് എല്ലാം he is watching and doing, and his effort is so relentless. I think that ആ ഒരു സിൻസിയറിറ്റി നമ്മൾ എപ്പോഴും കാണാറില്ല. So when you are in a very sincere environment, everybody wants to come, going to take the extra effort in coming. I think ആ ഒരു സൗഹൃദം I could feel inside the set. ഒരു ഡയറക്ടർ, ഫോട്ടോഗ്രാഫർ, ആക്ടറായിട്ട് വന്ന് നിൽക്കുകയാണെങ്കിലും ഈ ഏരിയയിലൊക്കെയാണ് കണ്ണും മനസ്സും ഒക്കെ അല്ലേ? അതെ, ചിലപ്പോൾ നമ്മൾ ചുറ്റും നടക്കുന്ന
നല്ല നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇറ്റ് മേ ബി 1 or 2 ജോയിൻറ്റ്സ് കാരണം കൊണ്ടാണ് ഈ ഇത്രയും സ്മൂത്തായി നടക്കുന്നത്. ഇറ്റ്സ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ലോട്ട് ഓഫ് എഫേർട്ട് ബട്ട് വിത്ത് എ ലോട്ട് ഓഫ് ലവ്. സാധാരണ ഒരു ആക്ടേഴ്സ് അവിടെ നിൽക്കുമ്പോൾ അവർക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചിന്ത ഉണ്ടാവില്ല. പക്ഷെ രാജു സാർ നിൽക്കുമ്പോൾ അങ്ങനെയല്ല. ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, എഫേർട്ടിനെ കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച്, അതിന്റെ ടെക്നിക്കൽ സൈഡ് ഇതൊക്കെ പോകും. അത് പോസിറ്റീവ് ആയിരുന്നു, നെഗറ്റീവ് ആയിരുന്നു? ചില സമയങ്ങളിൽ നമുക്ക് പറയാൻ എവിടെ വരയ്ക്കും വരും. മീൻസ് വേണ്ട, കൺട്രോൾ രാജീവ് മേനൻ, കൺട്രോൾ, നിന്റെ ജോലി ഇവിടെ ആക്ടിങ് ആണ്, നീ ഇത് ചെയ്താൽ മതി എന്നുണ്ടോ. അത് കണ്ടുകൊണ്ട് മഹേഷ് ചിലപ്പോൾ പറയും, സാർ എന്താ പറയണേന്ന് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും. സോ ദെർ ആർ ടൈംസ് വി വിൽ ടെൽ, പക്ഷേ ഇറ്റ് ഈസ് എ ഡയറക്ടേഴ്സ് മീഡിയം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ദെർ ആർ നോ 2 directors ഓൺ എ സെറ്റ്. ശരി. അപ്പൊ അടുത്ത പടം ചെയ്യുമ്പോൾ ആക്ടേഴ്സിനോട് ഇത്രയും കടുത്ത നില സ്വീകരിക്കില്ല എന്ന് വിചാരിക്കാം. ഓ, ഞാനൊരു പടത്തിൽ അഭിനയിച്ചതാണ്. കണ്ടുകൊണ്ടേ നമുക്ക് ഈ ആവർത്തിച്ച് പറയുമ്പോഴത്തോളം ബുദ്ധിമുട്ട് കൊണ്ടാണ്. അത്രയും ആസ്വദിച്ച് കണ്ടൊരു സിനിമ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി നമുക്ക് ഇങ്ങനെ അതിലേക്ക് ഒരു ഡാൻസ് പ്രോഗ്രാമിന് ശേഷം എൻ്റർ ചെയ്യുന്നൊരു സമയമില്ലേ, ഇങ്ങനെ വീഴാൻ പോകുന്നത് പോലത്തെ ഒരു സീൻ, അയ്യോ അങ്ങനെ ഒരു ഏക്കം നമുക്ക് വരും, ഇങ്ങനെ പോയി പിടിക്കാൻ തോന്നില്ലേ. അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. ആക്ച്വലി അജിത്ത് അവിടെ നിൽക്കുന്നു, ഐശ്വര്യ റോയ് അവിടെ നിൽക്കുന്നു. ഭയങ്കര ബോൾഡായിട്ട് കാസ്റ്റ് ചെയ്ത് തന്നെ. പറയാതെ പോകും, നിങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ പറയാതെ പോകാൻ കഴിയില്ല. ഞാനിത് പറയുന്നത് എങ്ങനെയാണ് എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ പേറ്റിയായിട്ടുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ ആണല്ലോ. പക്ഷെ ആ സിനിമ അതൊരു ഗിഫ്റ്റ് എന്ന നിലയ്ക്ക് മാത്രം കാണാൻ വല്ലാത്തൊരു കൾട്ട് സിനിമയായി മാറി. അത് ചിലപ്പോൾ ആൾക്കാർ സൺ ടി വിയിൽ തിരിച്ച് കാണിക്കുന്ന കാരണം കൊണ്ട് കണ്ടുകൊണ്ടേൻ ഹാസ് എ ലൈഫ് ഫാർ ഇൻ എക്സസ് ഓഫ് തിങ്സ്. തെലുഗും പോകുന്ന ആൾക്കാർ കാണുന്നു. മമ്മൂക്കയുടെ ആ മെയിൻ ഡയലോഗ്സ്, പച്ചക്കൻ ദേവതൈ, അതിപ്പോ ട്രെൻഡിങ് ആണ്. ചാക്കോച്ചൻ മോഹൻലാൽ ജോയിൻ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു? ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പറയാൻ പറ്റുന്നില്ല. കോമ്പിനേഷൻ ഉണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഭയങ്കര രസകരമാണ്. കാരണം അതിൽ ലാലേട്ടൻ്റെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പുള്ളി ഒരു വാക്കിംഗ് സ്റ്റിക്കൊക്കെ പിടിച്ചാണ് നടക്കുന്നത്, സപ്പോർട്ടോട് കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ പല ഷെഡ്യൂളുകൾ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പിന്നെ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അടുത്ത ഷെഡ്യൂൾ വരുന്നത്. അപ്പോൾ ആ ഷെഡ്യൂളിൽ ഷോട്ട് എടുക്കാൻ പോകുന്നു, എല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നു. ഇപ്പം ലാലേട്ടനുണ്ട്, ഞാൻ തൊട്ട് പുറകെയുണ്ട്. ഒരു ഡോറ് തുറന്ന് മമ്മൂക്കെ കാണാൻ കയറുന്നൊരു ഷോട്ടാണ്. അപ്പോൾ എല്ലാവരും റെഡി, ഓക്കെ. മഹേഷ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞതിന് തൊട്ട് മുമ്പ് ലാലേട്ടൻ എന്നോട് ചോദിക്കുകയാണ്, മോനെ എൻ്റെ ഏത് കാലിലാണ് കുഴപ്പം എന്ന്. അപ്പോൾ ഞാൻ വന്നേ ഇല്ലില്ല ചുമ്മാ ചോദിച്ചാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പുള്ളി. അപ്പം അങ്ങനെ ഭയങ്കര ലൈറ്ററായിട്ട് സിമ്പിളായിട്ട് ഒരു ഷോട്ടിന് തൊട്ട് മുമ്പ് വരെ നിൽക്കുന്ന ആള്. പക്ഷെ വൺസ് ഹീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആസ് എൻ ആക്ടർ ഈസ് എ ഡിഫറെന്റ് ഗൈ, ഈസ് ദാറ്റ് ക്യാരക്ടർ. പുള്ളിക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടല്ല. മടിയാക്കാൻ വേണ്ടി ചോദിച്ചത് എന്തായിരുന്നു നമുക്ക് ബാക്കിയുള്ളവരെ കൺഫ്യൂസ് ഒരു സുഖം അല്ലേ, ഒരു രസം, ചുമ്മാ മോനെ എന്ന് പറയുമല്ലേ. പിന്നെ ഈ ശരിക്കും എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ആഫ്റ്റർ 40s എൻ്റെ ഒരു ഫാൻ ബോയിങ് മൊമെന്റ്സ് ആയിരുന്നു വിത്ത് ദീസ്. എല്ലാവരും കൂടി നിൽക്കുന്നത് അല്ലേ. ശരിയാണ്, എനിക്ക് മനസ്സിലാവും. എല്ലാവരും ഇത്രയും എങ്ങനെയാണ് മാനേജ് ചെയ്തത്? അല്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ കുഞ്ഞു മനുഷ്യരായപ്പോ തൊട്ട് ഇവരുടെ ഒക്കെ കൂടെ ഓരോ സെറ്റിൽ പോയി നിൽക്കുന്നതല്ലേ. സീൻസ് ഉണ്ട് എന്റെ കൂടെ കുറച്ചുകൂടെ കൂടുതലുള്ളത്. ഉറപ്പായിട്ടും ഞാനൊരു കാഴ്ച കേട്ടെ, ഇപ്പം മമ്മൂക്ക ഹരികൃഷ്ണൻസ് ചെയ്യുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ഫാസിൽ സാറിന്റെ കൂടെയൊക്കെ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഇദ്ദേഹത്തൊക്കെ കണ്ടുപരിചയമുണ്ടോ? ചെറിയ കുട്ടിയായിട്ട് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ഹോട്ട് കേക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഫഹദിനെ കണ്ടിട്ടുണ്ടോ? ഫഹദ് അവിടെ നേരത്തെ പടത്തിൽ ഷൂട്ടിംഗ് ഈ ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ അത് അവരെല്ലാരും ഉണ്ടല്ലോ, 4 മക്കളും ഇല്ലേ. ആദ്യത്തെ പടത്തിൽ നമുക്കില്ലായിരുന്നു. ആദ്യത്തെ പടത്തിൽ ഞാനുണ്ട്, ഗസ്റ്റ് റോളിലുണ്ട് അല്ലേ. ഓക്കെ. അല്ല അതല്ല, ഈ മറ്റേ നമ്മുടെ അപ്പൂസൊക്കെ നടക്കുമ്പോൾ അവനാ ക്രൗഡിൽ കാണുന്നു. അപ്പൊ ഇവരൊക്കെ എങ്ങനെ കാണുന്നത്? ഇവരൊക്കെ കാണുമ്പോൾ ഒരു ഫീലിംഗ് എന്താ? അല്ല ചാക്കോച്ചൻ അന്ന് സെറ്റിലേക്ക് ഒന്നും വരില്ലായിരുന്നോ? അല്ല സിനിമയിൽ അഭിനയിക്കും, ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചാക്കോച്ചൻ സിനിമയിലുണ്ട്. അല്ല സെറ്റിലൊക്കെ വരും. അല്ലല്ല, നമ്മൾ ആ പടത്തിൽ നിന്ന് ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടൊന്നും. ഞാനൊക്കെ ചാക്കോച്ചന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ സിനിമയിലില്ല. ഇതാകെ കട്ട് ചെയ്യോ? ഇതെന്താ ഇവിടെ പറയണേ? എന്താ ഇവിടെ നടക്കുന്നേ? അല്ല ഫഹദ് ഫാസിലും അവരൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് ഞാൻ. ചാക്കോച്ചനെ കുട്ടിക്കാലത്ത് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. തീരം നടന്ന സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടില്ലേ? ആണോ? ഉദയുടെ അഭിനയിച്ചിട്ടുണ്ടോ? അല്ല,
അന്നേരം അവിടെ വന്ന് നിന്നിട്ടുണ്ടെന്ന്. അന്ന് അവിടെ നിന്ന് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ. അത് ചെറിയ കാര്യങ്ങള്. അല്ല, ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പോൾ ഫാദറിൻ്റെ കൂടെ ഒന്നും ഞാനും അങ്ങനെ അധികം ലൊക്കേഷനുകൾ പോകാറുമില്ലായിരുന്നു. സ്കൂള് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വന്നില്ല. അതെ. ഇതിനു മുമ്പ് അതിനകത്ത് അസീസാറൊക്കെ ഉള്ളൊരു പടമാണ് തീരം തേടുന്ന തിരയെന്ന് പറഞ്ഞിട്ട്. ഇവരുടെ പ്രൊഡക്ഷനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം സ്കൂളിനെ പറ്റി ആയിരിക്കും. ഒരു സമാധാനം നമുക്ക് പറയാം, അതിലാണ് നമ്മൾ പറയേണ്ട. അതെ അതെ, ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ വിഷമിക്കണ്ട, ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സിനിമ ഒരു വലിയ സിനിമയാണ്. ഇത് കുറച്ച് പുതിയ കാര്യങ്ങളും പുതിയ രീതികളും മലയാള സിനിമയിൽ കൊണ്ടുവരും. ഇതൊരു വലിയ വിപണി ഉണ്ടാക്കും, ഇൻഡസ്ട്രി ഹിറ്റായിരിക്കും. നമ്മളൊരു സിനിമ വരുന്നതിന് മുൻപ് തന്നെ ഇങ്ങനത്തെ കുറച്ച് ചർച്ചകളൊക്കെ വരുന്നതിനെ സിനിമയുടെ ഭാഗമായിട്ടിരിക്കുന്നവരെങ്ങനെ കാണുക? അതിന്റെ ലേശം ഭയവും ആശങ്കയും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഈ പറയുന്ന പോലെയൊക്കെ നടന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ. ഇത് നമ്മളാരും കയ്യിലില്ല. നമ്മളിതിനങ്ങ് തോക്കിന്ന് പോയ ബുള്ളറ്റ് പോലെ എവിടെ പോയി കൊള്ളുമെന്ന് പറയാനൊക്കെ ഉള്ളൂ. എണ്ണം വെച്ചാലും ആളുകളുടെ ഇടയിലേക്കാണ് സിനിമ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സിനിമയാവണം, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു സിനിമയാകണം, അല്ലെങ്കിൽ അവർ ഞെട്ടിപ്പിക്കുന്നൊരു സിനിമയാണ്, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന സിനിമയാണ്. ഇത് എന്തെങ്കിലും ഒന്നുണ്ടായില്ലെങ്കിൽ ഇതിൽ വരും പാട്രിയറ്റ്? ഇത് സന്തോഷിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും എക്സൈറ്റ് ചെയ്യുന്നൊക്കെ ഒരു സിനിമ തന്നെ ചിന്തിപ്പിക്കുകയും അതുകൊണ്ട് അതാണെങ്കിൽ കൂടെ ചിന്തയാണ്. നമ്മളൊന്ന് ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില മുൻകരുതലുകളൊക്കെ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ സിനിമ അവരെ പ്രേരിപ്പിച്ചേക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ടെക്നോളജിയിൽ ഒരുപാട് കാലത്ത് എഴുന്നേൽക്കും മുതൽ ഉറങ്ങുന്നവരെ നമ്മൾ ഏതെങ്കിലും ടെക്നോളജിക്ക് വിധേയരാണ്. അപ്പോൾ അത് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദ്രോഹങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട് എന്നൊക്കെ കൂടെ ഈ സിനിമ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഫൈറ്റ് സീനൊക്കെ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു എഫേർട്ട് എത്രയായിരുന്നു? ഫൈറ്റിനുള്ള എഫർട്ട് തന്നെ, ഫൈറ്റിനെ എഫർട്ട് വേറെ എന്ത്. ഒരു ഞങ്ങൾ മൂന്നുപേരും കൂടെ കാറിലൊരു ഫൈറ്റ്. ഞാൻ ട്രെയിലർ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ അതിനെടുക്കുന്ന ഒരു എഫേർട്ടിനെ കുറിച്ച് ഞാൻ അല്ല, ചിന്തിച്ചു. ആ സമയത്ത് എൻ്റെ ക്യാരക്ടർ എന്താ പറയുക, ഒന്നും പറയണ്ടല്ലേ, ഞാൻ ടയർഡാണ്, അത്രേ ഉള്ളൂ. പറഞ്ഞോ, കുഴപ്പമില്ല, സ്പോയിൽ ചെയ്യാതെ പറഞ്ഞാൽ മതി. അല്ല, സ്പോയിൽ ചെയ്യാതെ പറഞ്ഞു, ഇത്രേ ഉള്ളൂ. ഞാൻ ടയർഡാണ്, എനിക്ക് അത്രത്തോളം ഹെൽത്തി അല്ല ഞാൻ ഓക്കെ. ആ സമയത്ത് ആ സീനിൽ. അപ്പോൾ ഇവർ ചാക്കോച്ചൻ ഡ്രൈവ് ചെയ്യുന്നു, പുള്ളിക്കാരൻ ഈ ഒരു ആംപ്യൂട്ടഡ് ആണ്. അപ്പോൾ അതിനകത്തുള്ള അത്രയും സൗകര്യങ്ങൾ വെച്ചിട്ടുള്ള ഫൈറ്റാണ്. ഓക്കെ, അതൊരു ഭയങ്കര റിസ്കി ഫൈറ്റാണ്, ശരി. ഓടുന്ന വണ്ടിയില്ല. ഈ ചാക്കോച്ചൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയിൽ ഇത്ര റൊമാൻസ് ഉണ്ടാകും എന്നുള്ളത് ആ സോങ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പം ഇത്രയും വലിയ അടിപിടി വെടി പോക്ക പടമാണെങ്കിലും ആ ഒരു മൊമെന്റ് ഉണ്ട് അല്ലേ? അടിപിടി എന്ന് പറഞ്ഞാൽ ഈ വിചാരിക്കുന്ന പോലത്തെ അടിയും പിടിയൊന്നുമില്ല കേട്ടോ. ഫുൾ AK-47 എടുത്തിട്ടുള്ള അടിയും പിടിയുള്ളൂ. AK-47 ഒന്നുമില്ല. AK-47 പിടിയും പോയൊക്കെ നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതാണ് ഈ കുഴപ്പം. അല്ല, എനിക്കിപ്പോ സിനിമ കണ്ടിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? പ്രൊമോഷൻ ഇന്റർവ്യൂ പറയൂന്നതല്ലേ ഞാൻ ചോദിക്കുന്നത്. എവിടെയും പറയില്ല. ഞാൻ ഇത്തിരി ക്ഷീണത്തിലിരിക്കുകയായിരുന്നു എന്നൊക്കെ തൊട്ടും പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? പറയൂ, ചാക്കോച്ചനെങ്കിലും പറയൂ. റൊമാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കൈൻഡ് ഓഫ് റൊമാൻസ്. ഞാൻ എന്ത് കൈൻഡ് ഓഫ് റൊമാൻസ് ആണ് വിചാരിച്ചത്? ഞാൻ എന്നെ ഇച്ചിരി തോക്കും വെടിയും പുകയൊക്കെ കണ്ടു. അപ്പൊ അല്ല, അതൊക്കെ ഉണ്ട്. വിചാരിക്കുന്ന പോലെ ഇച്ചിരി റൊമാൻസ്, ഇച്ചിരി വെടി, ഇച്ചിരി പുക. ആ റൊമാൻസ് ഇച്ചിരി വെടിയും പോകുകയൊക്കെ ഉള്ളൂ. ആ, ശരി. ഈ ദർശന ജയ് 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 ഹോ മോഡൽ ആണോ വെടിയും പുക? സാധുവാണ്. അല്ല അല്ല, അത് അല്ലേ, ഇവരെല്ലാവരെയും എന്താണ് ഒരു 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 ലിങ്കാണ്, ഒരു ചുരുക്കത്തിൽ ഒന്നും പറയത്തില്ല. ഒരു എപ്പിസോഡുമായിട്ട് ലിങ്ക്ഡ് ആയി ഇവരെല്ലാവരും. എല്ലാം കണക്റ്റഡ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലോയൽറ്റി ഉണ്ട്, പേട്രിയോട്ടിസം ഉണ്ട്, ബെട്രയൽ ഉണ്ട്. അങ്ങനെ എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഈ റിലേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഫാദർ സൺ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ലവേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ കണക്ഷൻസും ഈ പറയുന്ന ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ഇന്റർലിങ്ക്ഡ് ആണ്. അത് വേറെ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഈ ട്രാഫിക് സിനിമയിൽ അതുപോലെയായിരുന്നു. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയുടെ ലൈൻ പോകുന്നതിനിടയ്ക്കാണ് ചാക്കോച്ചന്റെ ക്യാരക്ടറിന്റെ ഒരു വളരെ വ്യക്തിപരമായ ഒരു പ്ലോട്ടും കൂടി അതിൽ വളരെ മനോഹരമായിട്ട് വെച്ചത്. കുറച്ചതൊക്കെ ഉണ്ട്. ഓക്കെ, ശരി. ഈ അതിൻ്റെ ക്യാരക്ടറും ഉണ്ട്. അതവിടെ എൻ്റെ പേഴ്സണൽ ലൈഫൊന്നും അത്ര നല്ലതല്ല. എന്താണ് രാജു സാറിന്റെ ക്യാരക്ടറിന്റെ പേഴ്സണൽ ലൈഫ് വളരെ നല്ലതാ. പേഴ്സണൽ ലൈഫ് നല്ലതാ സിനിമയിൽ. ഞാൻ ക്യാരക്ടറിനെന്ന് പറഞ്ഞു. ഈ പടത്തില് എന്താന്ന് പറഞ്ഞാൽ ഒരു സ്പീഡായി ട്രെയിൻ പോണ മാതിരി കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതില് ഈ ബ്രീഫ്
റെയിൽവേ സ്റ്റോപ്സ് ആണ് ഈ പാട്ടും അങ്ങനെയൊക്കെ. ചെറിയ സ്റ്റോപ്പ്, വന്ദേ ഭാരത് ലെവലിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് വെരി വെരി എന്താ പറയണ, സെറ്റ് പീസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ഇമോഷണൽ ഹെഫ്റ്റ് കാണിക്കാനായിട്ടാണ്. ഇറ്റ്സ് എ ത്രില്ലർ. ഫിലിം ഈസ് എൻ ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലർ വിച്ച് ഇസ് ഇൻ്റലിജൻറ്റ്. നേരത്തെ ഒരു പ്രോഗ്രാമിലും നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിലും പറയുന്നു നടക്കാൻ പാടില്ലാത്ത കഥയാണ് പറയുന്നത്. നടന്ന കഥയല്ല, നടക്കുന്ന കഥയല്ല, നടക്കരുതാത്ത കഥയാണ്. ഓക്കെ, അതെന്താ അങ്ങനെ ഒരു ഡെഫിനിഷൻ? എന്താണ്? ദിസ് ഇസ് കോൾഡ് മമ്മുക്കായിസം. ഇതൊരു പെർട്ടിക്കുലർ ഡെഫിനിഷൻ ഫോർ പേട്രിയറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നടന്നിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം, നടക്കുന്നുമില്ല, പക്ഷെ നടക്കരുതിങ്ങനെ. ശരി, അത് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്. അല്ല, ആക്ച്വലി അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. അത് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. ഞാൻ അത് കേൾക്കാൻ രസമുള്ളത് കൊണ്ടാണ് കേട്ടോണ്ടിരുന്നത്. ഈ സ്റ്റോറി പറഞ്ഞു കേട്ടപ്പോ അതിന്റെ ഒരു ഫൈനലിലേക്ക് വന്നപ്പോ സിനിമ മുഴുവനും കാണുമല്ലോ അല്ലെ? ഇല്ല, കണ്ടില്ല. സിനിമ കണ്ടിട്ടില്ല ഞങ്ങൾ. ചുരുക്കത്തിൽ എനിക്കും സിനിമ എന്താണെന്നറിയില്ല, ചാക്കോച്ചിന് സിനിമ എന്താണെന്നറിയില്ല. സിനിമ എന്താണെന്നൊക്കെ അറിയാം, പക്ഷെ സിനിമയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഒരു സിനിമയായിട്ട് സിനിമയുടെ ഭാഗങ്ങളെ കാണുമല്ലോ. ശരി, അപ്പൊ ആ കഥ കേട്ടു, അതിൽ അഭിനയിച്ചു, ഒരാള് മറ്റേ വർമ്മ മാത്രമേ ഉള്ളൂ, പ്രകാശ് വർമ്മ. ഞാൻ കണ്ടത് എന്തൊരു പ്രോഗ്രാം ആയിരുന്നു അത്. പ്രകാശ് വർമ്മ മാത്രമേ മുഴുവൻ കണ്ടിട്ടുള്ളൂ അല്ലേ? ഉള്ളകട്ട ഉള്ളി മാത്രമേ ഉള്ളൂ. അത് ആരുടെ ആയിരുന്നു ആ തോട്ട? ഐഡിയ ആരുടെ ആയിരുന്നു? ചുമ്മാ അങ്ങനെ ഒരു തോട്ടുണ്ടാക്കി നമ്മളാ. ഇല്ല, അത് പിന്നെ നമ്മൾ ഒരുപാട് ഇംപ്രൂവൈസ് ചെയ്താ. അതിൽ ഇത് വെച്ച ഡയലോഗൊന്നും ഇല്ല, പഠിച്ച ഡയലോഗും ഇല്ല. ഇങ്ങനെ ഒരു സീൻ ചെയ്യാൻ അങ്ങനെ ഇംപ്രൂവൈസ് ചെയ്ത് ഐഡിയ ചെയ്താൽ അങ്ങനെ സംസാരിച്ചു. അതും ചാക്കോച്ചനും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇത് പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടോ എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ പോയ ഉടനെ ഒരു വള്ളി വരുന്നുണ്ട്. ഇത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അങ്ങ് അത്ര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഈ സിനിമ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലൈക്ക് മൈൻഡഡ് ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഫഹദിന്റെ ക്യാരക്ടർ അതും പറയില്ലായിരിക്കും അല്ലേ? അല്ല, അവനൊരു ടെക്നോക്രാറ്റ്. ഡയറക്ടർ പുള്ളിയുടെ മകനാണ്. ടെക്നോക്രാറ്റാ. ഫഹദ് ഒരു ഇപ്പം ട്രാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും അല്ലെ വേറൊരു വേൾഡിലേക്ക് സീനുകളൊക്കെ ഉണ്ടാവൻ. 1 മണിക്കൂറൊക്കെ നിന്ന് ഡയലോഗ് പറയാം ഇംഗ്ലീഷിൽ. 1 മണിക്കൂർ ഒരുതരം ഫ്രൻസി ഡയലോഗൊക്കെ ഉണ്ട് ഫഹദിന് ഈ പടത്തില്. ഓക്കെ, ഈ സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോ തന്നെ ഫഹദ് എന്നുള്ളതാണ്. അതൊക്കെ നേരത്തെ ഉണ്ടെന്നേ. കഥ പറയുമ്പോൾ ഇയാളുടെ മനസ്സിൽ ഇവരൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാ, നോർമലി മമ്മൂക്കെ കാണാതെ മോഹൻലാൽ കാണാതെ ഒരു ദിവസം തീരില്ല. ഒരു നല്ല പാട്ടെങ്കിലും കേൾക്കുമ്പോഴെങ്കിലും ഓർക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കും, പക്ഷെ എന്നെ കളിയാക്കരുത്, കുറച്ച് കരുണയോടെ ഉത്തരം പറയണം. ഞങ്ങൾ വാർത്ത വായിക്കുന്നത് കാണാറുണ്ടോ? പിന്നെ വാർത്ത വായിക്കുന്നത് കാണാറുണ്ട്, നിങ്ങളുടെ ചർച്ചകൾ കാണാറുണ്ട്. വാർത്തകൾ അറിയണ്ടേ? നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെന്താ അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽപ്പെട്ടവരാണ്? അല്ലല്ല, വാർത്തകൾ കാണും, ചർച്ചകളൊക്കെ ചിലപ്പോൾ കാണും. എന്തെങ്കിലും പറയണം തോന്നാറുണ്ടോ? ഏയ്, പറയിക്കരുത്. അതല്ല, അപ്പം നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതും ചർച്ചയുമായിട്ടൊന്നും കണക്ട് ചെയ്യാൻ പോകത്തില്ല. കാരണം നിങ്ങൾ 4 ആശയങ്ങളുള്ള ആളുകളുമായിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഈ ആകെ ഒരൊറ്റ ആശയമേ ഉള്ളൂ ഈ സിനിമയിൽ. ഈ സിനിമ എന്നുള്ള ഒറ്റ ആശയം, ഇതിൻ്റെ കഥ, ഇതിൻ്റെ വിജയമാണ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ ഈ സിനിമയിലാണ്. ചകച്ച വാർത്തയൊക്കെ കാണൂ? തീർച്ചയായിട്ടും. എന്താ ഞങ്ങളുടെ ഈ ചർച്ച, തർക്കം, അതൊക്കെ കാണൂ? അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സിനിമയെക്കാളും സംഭവബഹലവും ആക്ഷനും ഉള്ള നമ്മൾ അരമണിക്കൂർ മാത്രം ഒരു ദിവസം കണ്ടുകൊണ്ടിരുന്ന വാർത്തകളാണ് ഇപ്പോൾ 20 ചാനലാണ്. അത് 24 മണിക്കൂറുമാണ്. അപ്പോൾ അത്രത്തോളം വാർത്തകൾ ഉണ്ടാവണം. അപ്പോൾ ഒരു വാർത്തകൾ എന്ന് പറയുന്നത് എന്തും വാർത്തയാവുന്നൊരു കാലമാണ്. അതിൻ്റെ ഒരു മത്സരം ഉണ്ടല്ലോ, അതൊക്കെ കാണാനുണ്ട്. ആൾക്കാർ ആസ്വദിക്കും. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് മാറി, ഇപ്പോൾ ഇൻഫർമേഷൻ അല്ലല്ലോ, ഇപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ്. ഒറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഒരുപാട് സിനിമ ചെയ്തല്ലോ, എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും വേണമല്ലോ ഒരു സിനിമ പുതുതായിട്ട് വരുമ്പോൾ. അപ്പോൾ പോയ വർഷങ്ങളിലൊക്കെ നമുക്കൊരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വാർത്തയാണ്. നമുക്കത് സെലക്ട് ചെയ്യണമെങ്കിൽ അതിലൊരു കാര്യമുണ്ടാകും. കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ ഒരു മനുഷ്യന് ആഗ്രഹം വേണമെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും ഒന്ന് ആയിരിക്കണം. അത് ബ്രഹ്മയുഗം വന്നപ്പോൾ അങ്ങനെയായിരുന്നു, പേരൻപ് വന്നപ്പോൾ അങ്ങനെയായിരുന്നു. സിനിമയൊക്കെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത ചിത്രങ്ങളാണ്, വളരെ വ്യക്തിപരമായി പോലും. എന്താ കുറച്ചും കൂടെ എക്സൈറ്റ് അയക്കുന്ന ഒരു ഘടകം സിനിമയെക്കുറിച്ച് ഇനിയുള്ളത്? ഇനിയും കിടക്കല്ലേ ഇഷ്ടം പോലെ. എന്നാലും എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സൈറ്റ് ചെയ്യാവുന്ന കഥാപാത്രമാണ്. കഥയുള്ള കഥാപാത്രം മാത്രം ഉണ്ടായപ്പോൾ ആ കഥയ്ക്കും കഥാപാത്രത്തിനും അനുയോജ്യമായ ഒരു
സംഭവം സിനിമയിലുണ്ടാവണം. അപ്പോൾ ഒരു പുതിയ സിനിമ വരുന്നു, ഒരു വലിയ ചിത്രം വരുന്നു, അത് നിങ്ങളുടെയൊക്കെ വലിയ സ്വപ്നമാകുന്നു. ഞങ്ങൾ പ്രേക്ഷകരെന്ന നിലയ്ക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പുതിയ പുതിയ വലിയ സംഭവങ്ങൾ മലയാളത്തിലേക്ക് വരാൻ കാരണമാകട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതൊരു പ്രശ്നം, എനിക്കൊരു വലിയ പരിഭവമുണ്ട്. എനിക്കൊരു വക്ക് ചോദിക്കാൻ പറ്റില്ല. മമ്മൂട്ടി, മോഹൻലാലും, ഫഹദ് ഫാസിലും ചാക്കോച്ചനും എല്ലാവരും കൂടി ഒരു സിനിമ ചെയ്യുന്നു എന്നതിനപ്പുറത്തെ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് റിലീസ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചുകൂടി ചോദിക്കാനുള്ളൊരു അവസരം തരണം. ഞങ്ങൾക്ക് കുറച്ചുകൂടെ പറയാനുള്ള അവസരവും തരണം. ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. അപ്പോ മെയ് 1-ാം തീയതി ഞങ്ങളുടെ ചെറിയ സംരംഭത്തെ വലുതാക്കാൻ വേണ്ടി നിങ്ങളെ